നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബഹിരാകാശത്തെ ഏറ്റവും നിഗൂഢമായ പ്രതിഭാസങ്ങളിലൊന്നായി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ റോഗ് പ്ലാനറ്റുകൾ. നമ്മൾ സാധാരണയായി കാണുന്ന ഗ്രഹങ്ങൾ അവയുടെ നക്ഷത്രങ്ങളെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ചില ഗ്രഹങ്ങൾ യാതൊരു ഗുരുത്വാകർഷണ ബന്ധവുമില്ലാതെ ബഹിരാകാശത്തിലൂടെ ഒഴുകി നടക്കുന്നു. ഇവയാണ് റോഗ് പ്ലാനറ്റുകൾ. ഈ ഒറ്റപ്പെട്ട ഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് അസാധാരണം? അവയ്ക്കൊരു ആതിഥേയ നക്ഷത്രമില്ലാത്തതുകൊണ്ട് അവയെ കണ്ടെത്താനും പഠിക്കാനും വളരെ പ്രയാസമാണ്. എന്നാൽ അടുത്തിടെ ഒരു പുതിയ സഞ്ചരിക്കുന്ന ഗ്രഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജ്യോതിശാസ്ത്രജ്ഞർക്ക് അതിന്റെ ഭാരവും ഭൂമിയിൽ നിന്നുള്ള ദൂരവും കണക്കാക്കാൻ കഴിഞ്ഞു. ഇത് ഒരു വലിയ മുന്നേറ്റമാണ്. റോഗ് പ്ലാനറ്റുകളെ കണ്ടെത്താനുള്ള പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായി ഗ്രഹങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രീതികൾ അവയുടെ ആതിഥേയ നക്ഷത്രങ്ങളെ ആശ്രയിച്ചാണ്. ഉദാഹരണത്തിന് ട്രാൻസിറ്റ് രീതി അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ നേരിയ ചലനം അളക്കുന്ന വൊബ്ലിംഗ് രീതി. എന്നാൽ റോഗ് പ്ലാനറ്റുകൾക്ക് നക്ഷത്രങ്ങളില്ലാത്തതുകൊണ്ടും അവ സ്വയം പ്രകാശം പുറപ്പെടുവിക്കാത്തതുകൊണ്ടും ഈ രീതികളൊന്നും പ്രയോജനകരമല്ല. അവ ഫലത്തിൽ അദൃശ്യമാണ്. റോഗ് പ്ലാനറ്റുകളെ കണ്ടെത്താൻ ജ്യോതിശാസ്ത്രജ്ഞർ ആശ്രയിക്കുന്ന ഒരേയൊരു മാർഗം മൈക്രോലെൻസിംഗ് എന്ന പ്രതിഭാസമാണ്. ഒരു വിദൂര നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം അതിനു മുന്നിലൂടെ കടന്നുപോകുന്ന റോഗ് പ്ലാനറ്റിന്റെ ഗുരുത്വാകർഷണം കാരണം വളയുകയും വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് മൈക്രോലെൻസിംഗ് സംഭവിക്കുന്നത്. എന്നാൽ ഒരു ഗ്രഹത്തിന്റെ ഭാരം കണക്കാക്കാൻ അതിന്റെ ദൂരം കൂടി അറിയേണ്ടതുണ്ട്. ദൂരമറിയാത്തതിനാൽ ഭാരവും ദൂരവും തമ്മിലുള്ള ആശയക്കുഴപ്പം, മാസ് ഡിസ്റ്റൻസ് ഡീജനറസി കാരണം കൃത്യമായ കണക്കെടുപ്പ് സാധ്യമല്ല. ഈ പുതിയ കണ്ടുപിടുത്തം സാധ്യമാക്കിയത് ഭാഗ്യകരമായ ചില നിരീക്ഷണങ്ങൾ കാരണമാണ്. ഭൂമിയിലുള്ള ടെലിസ്കോപ്പുകൾക്കൊപ്പം ബഹിരാകാശത്തെ ഗായ ടെലിസ്കോപ്പും ഈ മൈക്രോലെൻസിംഗ് പ്രതിഭാസം നിരീക്ഷിച്ചു. ഗായയുടെയും ഭൂമിയിലെയും നിരീക്ഷണങ്ങൾ തമ്മിലുള്ള ചെറിയ വ്യത്യാസം മൈക്രോലെൻസിംഗ് പാരലാക്സ് കണക്കാക്കാൻ സഹായിച്ചു. ഇത് ഗ്രഹത്തിന്റെ ദൂരം കൃത്യമായി നിർണ്ണയിക്കാൻ വഴി തുറന്നു. അങ്ങനെ കണ്ടെത്തിയ ഈ പുതിയ റോഗ് പ്ലാനറ്റിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഗ്രഹത്തിന് KMT 2024 BLG 0792, OGLE 2024 BLG 0516 എന്നിങ്ങനെ രണ്ട് പേരുകളാണ് ലഭിച്ചത്. കാരണം രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് ഇതിനെ ആദ്യം തിരിച്ചറിഞ്ഞത്. ഈ ഗ്രഹത്തിന് വ്യാഴത്തിന്റെ ഭാരത്തിന്റെ 22% ഉണ്ട്, അതായത് ഏകദേശം ശനിയുടെ ഭാരത്തിന് അടുത്താണ്. കൂടാതെ ഇത് ഏകദേശം 10,000 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് തിരിച്ചറിഞ്ഞ റോഗ് പ്ലാനറ്റുകൾക്ക് പൊതുവെ വ്യാഴത്തിനേക്കാൾ കുറഞ്ഞ ഭാരമാണുണ്ടായിരുന്നത്. ഇതിന് കാരണം അവ സാധാരണയായി പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കിൽ രൂപപ്പെടുകയും പിന്നീട് പുറത്തേക്കെറിയപ്പെടുകയും ചെയ്ത ഗ്രഹങ്ങളായിരിക്കാം. ഈ പുതിയ കണ്ടുപിടുത്തം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. നന്ദി.